64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂരിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് കണ്ണൂരിന്റെ കിരീട നേട്ടം. ആവേശകരമായ പോരാട്ടത്തിനൊടുവിലാണ് സ്വർണ്ണക്കപ്പിൽ കണ്ണൂർ മുത്തമിട്ടത്. സ്വന്തം തട്ടകത്തിൽ തൃശൂരിനെ മലർത്തിയടിച്ചുകൊണ്ടാണ് കണ്ണൂരിന്റെ തേരോട്ടം. തുടക്കം മുതൽ പ്രകടിപ്പിച്ച മികച്ച മുന്നേറ്റം അവസാന നിമിഷം വരെ നിലനിർത്താൻ കണ്ണൂരിനായപ്പോൾ വാശിയേറിയ മത്സരത്തിനൊടുവിൽ തൃശൂർ റണ്ണറപ്പുകളായി. രണ്ടാം സ്ഥാനം തൃശൂർ നേടിയെടുത്തപ്പോൾ കോഴിക്കോട് മൂന്നാം സ്ഥാനവും നേടി. ജില്ലയിലെ കലാപ്രതിഭകളുടെ കഠിനാധ്വാനത്തിന് ലഭിച്ച ഈ വിജയത്തോടെ കണ്ണൂർ വീണ്ടും കേരളത്തിന്റെ കലോത്സവത്തിലെ അഭിമാന നേട്ടം പിടിച്ചെടുക്കുകയായിരുന്നു. മികച്ച സംഘാടനത്തിന്റെ പൊതുതിളക്കത്തോടെയാണ് കേരള സ്കൂൾ കലോത്സവം 64ാം പതിപ്പിന്റെ കൊടിയിറക്കം. തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ വൈകിട്ട് നടന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇവരെല്ലാം നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കരുത്തുള്ളവരാണ്. ഞാൻ പറയും ഡെമോഗ്രാഫിക് ഡിവിഡൻഡാണ്. നമ്മുടെ ജനസംഖ്യയുടെ ഏറ്റവും വലിയ ഡിവിഡൻഡായി മാറേണ്ട, ഈ സ്റ്റേറ്റിന്റെ ക്രീമായി മാറേണ്ട കുട്ടികളാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നിങ്ങൾ എല്ലാവരും കാനഡയിലേക്കോ ജർമ്മനിയിലേക്കോ ബ്രിട്ടനിലേക്കോ ഒന്നും പോകാതെ കേരളത്തിൽ തന്നെ ഭൂരിഭാഗം പേര് ഇവിടെ ഉണ്ടാകണമെന്നാണ്. ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. നിങ്ങൾ പോകുന്നതിന്, നിങ്ങളെ പോകാതെ ഈ കേരളത്തിൽ നിർത്തിയാൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ എവിടെയെല്ലാം നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയും എന്നത് യാതൊരു സംശയവുമുള്ള ഒരു കാര്യമല്ല. ഞാൻ എപ്പോഴും ഭയപ്പെടുന്നത് കുട്ടികളെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി കേരളം ഒരു വൃദ്ധസദനമായി മാറുമോ എന്നുള്ള പേടിയാണ്. ഒരിക്കലും ഉണ്ടാകരുത്. എല്ലാവരും ചേർന്ന് നമ്മൾ തീരുമാനമെടുത്താൽ നമ്മുടെ കേരളത്തെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയും. അതിനുള്ളൊരു കരുത്തുറ്റ ഒരു യുവത്വമാണ് കേരളത്തിൽ വളർന്നു വരുന്നത്. അവരാണ് വ്യത്യസ്തമായ കഴിവുകളുള്ള, നന്നായി പഠിക്കുന്ന മിടുമിടുക്കന്മാരുടെയും മിടുമിടുക്കികളുടെയും ഒരു കൂട്ടമാണവർ. അവരാണ് കേരളത്തിനെ മാറ്റിമറിക്കേണ്ടത്, നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. മലയാളത്തിന്റെ അഭിമാനമായ നടൻ മോഹൻലാൽ വിശിഷ്ട അതിഥിയായി. ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം സ്പീക്കർ പറഞ്ഞ പോലെ അദ്ദേഹത്തെ വളരെ അടുത്ത ആൾക്കാർ അണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനും മന്ത്രിയുമായ ശിവൻകുട്ടി സാറ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കത്തിനോ സമാപനത്തിനോ എന്നെ ക്ഷണിച്ചപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും. കാര്യം ഇത് പല പ്രാവശ്യത്തിന് മുമ്പൊക്കെ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല, പല തിരക്കുകൾ കാരണം. എന്തായാലും ഇന്ന് ഇത്രയും വലിയ ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായാലും ഇന്ന് വരണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എല്ലാവിധ ഭാഗ്യങ്ങളും ഒത്തു വന്നതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാനായി. അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം യുവ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വേദിയോട് അത്രമേൽ ആദരവാണ് ഉള്ളത്. മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. സ്പീക്കർ എൻ ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു, വി അബ്ദുറഹ്മാൻ, എം ബി രാജേഷ് എന്നിവരും സാംസ്കാരിക നായകരും ജനപ്രതിനിധികളും പങ്കെടുത്തു. 5 ദിവസങ്ങളിലായി 249 ഇനങ്ങളിലായിരുന്നു മത്സരം. രോഗബാധിതയായി ക്വാറന്റൈനിലായ വിദ്യാർത്ഥിനിക്ക് ഓൺലൈനായി മത്സരിക്കാൻ സർക്കാർ അവസരം നൽകിയതും വീടില്ലാത്ത മത്സരാർത്ഥിക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചതും ഈ കലോത്സവത്തെ കൂടുതൽ ഹൃദ്യമാക്കി.